ഇതിൽ 10th ക്വസ്റ്റ്യനാണ് പറയുന്നത്. 10th ക്വസ്റ്റ്യനിൽ നമുക്കറിയാം എന്താ ട്രയാങ്കിൾസ് പഠിക്കുമ്പോൾ ഫസ്റ്റായിട്ട് പഠിക്കുന്ന കാര്യമാണ് BPT തിയറം, പിന്നെ അതിൻ്റെ കോൺവേഴ്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഷോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡയഗണൽസ് ഓഫ് എ കോഡിലാറ്ററൽ ABCD ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അറ്റ് പോയിന്റ് O സച്ച് ദാറ്റ് AO by BO ഈക്വൽ ടു CO by DO ഷോ ദാറ്റ് ABCD ഈസ് എ ട്രപ്പീസിയം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡയഗണൽസ് ഒന്ന് ഇവിടെ ഒരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട് ABCD. അപ്പോൾ ആദ്യം ABCD ട്രപ്പീസിയം വരക്കാം, ABCD. എന്നിട്ട് ഇതിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആ ഫിഗർ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, ഇവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും വരച്ചു. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, O ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് O ആണ് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇതിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ്, ഇറ്റ് ഈസ് എ ട്രപ്പീസിയം. ABCD എന്താണ്, ഒരു ട്രപ്പീസിയം ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ABCD ട്രപ്പീസിയം ആണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒറ്റ ഐഡിയ ഉള്ളൂ. ട്രപ്പീസിയം ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോഡിലാറ്ററൽ ട്രപ്പീസിയം ആണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡുകൾ പാരലൽ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതായത് AB പാരലൽ ടു CD എന്ന് കാണിച്ചു കൊടുത്താൽ ആൻസർ ആയി. അപ്പോൾ ആദ്യം നമുക്കിവിടെ തന്നിട്ടുള്ള ഗിവൺ എന്തായിരുന്നു, അതിവിടെ എഴുതി വെക്കുക. ഗിവൺ എന്താ തന്നിട്ടുള്ളത്, AO by BO ഈക്വൽ ടു CO by DO. ഇതാണ് ഗിവൺ ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ABD എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ എന്ത് ചെയ്യുക, അതവിടെ ABD, ഇതിലൊരു ABD എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, സാർ അത് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ജോയിനിങ് ഇവിടെ കൊടുക്കുക. അതായത് ഇതാ നമുക്ക് BPT യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് EO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോയിനിങ് കൊടുത്തു. അതുകൊണ്ട് എഴുതി കൊടുക്കുക, ഇൻ ട്രയാങ്കിൾ ABD. ട്രയാങ്കിൾ ABD നമ്മൾ കൺസിഡർ ചെയ്തു. അതിലെന്താ ഇത്, ഡ്രോ എ ലൈൻ, ഒരു ലൈൻ, ഏതാണ് ലൈൻ, EO. ഡ്രോ എ ലൈൻ EO ദാറ്റ് ഈസ് പാരലൽ ടു AB. AB എന്ന് പറഞ്ഞ ഈ ലൈനിന് പാരലലായിട്ട് EO എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈന് വരച്ചു. എന്നിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അങ്ങനെ വരച്ചാൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ BPT തിയറൊക്കെ പഠിച്ചതാണ്, ഏതെങ്കിലും രണ്ട് ലൈന് പാരലലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ AB എന്ന് പറഞ്ഞ സൈഡിന് EO പാരലലാണ്. അപ്പോൾ BPT തിയറം ഓർമ്മ വരണം. എന്തായിരുന്നു, AE by ED, AE by ED. BPT നമുക്ക് എഴുതി കൊടുക്കാം, AE by ED ഈക്വൽ ടു ഈ സൈഡിൽ BO by DO. ഏതായിരുന്നു, BPT തിയറം. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് അവിടെ വെക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് വെച്ചു. ഇനി നമ്മൾ ഗിവൺ എടുക്കുക. ഗിവണോടെ AO by BO ഈക്വൽ ടു CO by DO അല്ലേ, AO by BO ഈക്വൽ ടു CO by BO. അപ്പോൾ അതിവിടെ എടുത്തു സാറ്, AO by അതിവിടെ എഴുതി, എന്തായിരുന്നു, AO by BO ഈക്വൽ ടു CO by DO. ഇത് ഗിവണാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നാക്കാം. ഇവിടെ കണ്ടോ, BO by DO എന്നാണ്. ഈ BOനെ എങ്ങോട്ടും COനെ എങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക, സെയിം റേഷ്യോ തന്നെയായിരിക്കും കിട്ടുക. അതായത് എന്ത് ചെയ്തു, സാറ് ഇങ്ങനെ ഒരു ക്രോസിങ് നടത്തി. ക്രോസിങ് നടക്കുമ്പോൾ CO ഇവിടെ AOൻ്റെ താഴത്തെത്തും. അതായത് അപ്പോൾ എന്തായി, AO by CO എന്നാവും. AO by CO ഈക്വൽ ടു BO by DO. ഈ ഗിവൺ തന്നെയാണ്, ഒന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു എന്നുള്ളൂ, റേഷ്യോ ചേഞ്ച് ആവുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഗിവൺ ഇവിടെ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, ഇതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. ഫ്രം 1 and 2, ഫ്രം 1 and 2, 1 and 2 എന്ന് നോക്കിയാൽ 1ലും 2ലും ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താ വരുന്നത് നോക്ക്, BO by DO. ഇവിടെ എന്താ വരുന്നത്, BO by DO. അപ്പോൾ റൈറ്റ് RHS ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓൾസോ LHS ഈക്വൽ ആയിരിക്കണം. അപ്പോൾ AO by CO ഈക്വൽ ടു, അതുകൊണ്ട് നമുക്ക് പറയാം AO by CO ഈക്വൽ ടു എന്താണ്, ഇപ്പുറത്ത് AE by ED. AE by
ED. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ഫിഗറിൽ നോക്കുക. ഫിഗറിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവുക AE by ED. വെർ ഈസ് AE by ED? AE by ED എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സൈഡ്. AE by ED ഇതാണ്. ഇനി AO by OCO അത് ഇതാണ്. AO by CO എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? AE by EC ഈക്വൽ ടു AO by OC എന്നാണ്. ദെൻ നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ റേഷ്യോയിൽ വരികയാണെങ്കിൽ സാർ ആ ട്രയാങ്കിൾ ഇവിടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്, ബ്ലൂ കളറുള്ള ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കുക. ഈ ട്രയാങ്കിളിൽ നോക്കുക, ഈ ട്രയാങ്കിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ EO എന്ന് പറഞ്ഞുകൊണ്ട് ലൈൻ ഉണ്ട് അല്ലേ? അപ്പോൾ EOയും കൂടി വരയ്ക്കാം. AE by ED ഈക്വൽ ടു AO by CO. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനും എന്താണ്? പാരലൽ ആണ് എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഏതായിരുന്നു? നേരെ ഓപ്പോസിറ്റ്, കോൺവേഴ്സ് ഓഫ് BPT. അപ്പോൾ AE by ED പാരലൽ ആയതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് പറഞ്ഞു കൊടുക്കാം, AO പാരലൽ ടു DC അല്ലേ? ഇവിടെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? കോൺവേഴ്സ് ഓഫ് BPT എന്നാണ്. കോൺവേഴ്സ് ഓഫ് BPT. ഇനി നിങ്ങൾ തന്നെ നോക്കുക, ഇവിടെ EO പാരലൽ ടു DC. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? EO പാരലൽ ടു DC കിട്ടി. മുമ്പ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിരുന്നു? EO പാരലൽ ടു AB. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? EO പാരലൽ ടു AB ഉണ്ടെങ്കിൽ എന്തൊക്കെയാ പറയാം? EO പാരലൽ ടു AB ആണ്. അതുപോലെ EO എന്തിനും പാരലാണ്? DCക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം AB പാരലൽ ടു EO എന്തിനു പാരലാ? DCക്ക് പാരലാ. അങ്ങനെ ഇത് മൂന്നും പാരലൽ ആയതുകൊണ്ട് therefore എന്ത് പറഞ്ഞു കൊടുക്കുക? AB പാരലൽ ടു DC. AB പാരലൽ ടു DC. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇത് ട്രപ്പീസിയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ട്രപ്പീസിയം പറഞ്ഞു കൊടുക്കുക എന്തുള്ളൂ? ABയും DCയും അല്ലെങ്കിൽ CDയും പാരലലാണെന്ന അതല്ലേ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു കൊടുത്ത്. അതുകൊണ്ട് therefore എന്ത് പറഞ്ഞു കൊടുക്കുക? ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക, ABCD ഈസ് എ ട്രപ്പീസിയം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും ആയി. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒന്ന് കോൺവേഴ്സ് ഓഫ് BPTയും പിന്നെ നമ്മൾ BPT തിയറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.